ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളുള്ളത് NH-66 ധാരാളം വാഹനങ്ങളാണ് ദിനം പ്രതി ഇതുവഴി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ കാണുന്ന ഈ ഭാഗം പൂർണ്ണമായിട്ടും റീടാറിംഗ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് ഈ ബ്രിഡ്ജിന്റെ മുകളിൽ നിന്നും NH-66 മുതൽ നമ്മുടെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് വരെ ലിങ്ക് ചെയ്യുന്ന ലിങ്ക് റോഡിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഈ ഭാഗത്ത് നിന്നാൽ നമുക്ക് ആദ്യ ബ്രിഡ്ജ്, അതായത് NH-66 നോക്കുമ്പോൾ കാണുന്ന ആദ്യ ബ്രിഡ്ജ് കാണുന്നതോടൊപ്പം തന്നെ ധാരാളം ലോറികളാണ് സെക്കൻഡ് ഹെഡ് വർക്കിന് ആവശ്യമായിട്ടുള്ള, അതായത് ബ്രേക്ക് വാട്ടറിന് ആവശ്യമായിട്ടുള്ള സ്റ്റോണുകൾ കടന്നു പോകുന്നത്. അതിലൊരു ലോറിയെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് മുക്കോല ഭാഗത്ത് തിരിഞ്ഞ് പോർട്ടിന്റെ ഭാഗത്തേക്കാണ് ഈ ലോറികൾ പോകുന്നത്. വളരെ ദൂരെയായിട്ട് നമുക്ക് ഈ പറയുന്ന ലിങ്ക് റോഡിന്റെ വർക്ക് കാണുന്നതോടൊപ്പം സൈഡിലൂടെയുള്ള ബൈ റോഡ് വഴി വാഹനങ്ങളും വരുന്നതും നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഈ ബൈ റോഡ് വഴിയാണ് ഡീറ്റെയിൽ ആയിട്ട് ലിങ്ക് റോഡിന്റെ അപ്ഡേഷൻ എടുക്കാൻ പോകേണ്ടത്. നമുക്ക് പോകാം വീഡിയോയിലേക്ക്. ഫ്രണ്ട്സ്, നമ്മുടെ മുന്നിൽ കാണുന്ന NH-66 നമുക്ക് മുന്നോട്ട് നീങ്ങാം. ഈ റോഡ് നേരെ പോകുന്നത് കാരോടാണ് പോകുന്നത്. അതായത് കഴക്കൂട്ടം മുതൽ കാരോട് വരെയാണ് NH-66 വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. കാരോട് ഭാഗത്തു നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. കാരോട് ഭാഗത്തു നിന്നും നിലവിൽ കന്യാകുമാരി വരെ തമിഴ്നാട് ഭാഗത്തിന്റെ വർക്കുകളെല്ലാം നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് ഈ വീഡിയോ പ്ലേ ചെയ്യുന്നത്. ഈ ഭാഗത്തെല്ലാം കോൺക്രീറ്റ് ആണുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തെല്ലാം റീടാറിംഗ് വർക്കുകൾ ഉടൻ തന്നെ വരും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം ഈ കോൺക്രീറ്റ് ചെയ്ത ഭാഗമെല്ലാം പൂർണ്ണമായിട്ടും റീടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഫാസ്റ്റായിട്ട് വീഡിയോ പ്ലേ ചെയ്യാൻ കാരണം പലപ്പോഴായിട്ട് ഞാൻ വീഡിയോയിൽ ഈ റോഡെല്ലാം കാണിച്ചിട്ടുള്ളതാണ്. പക്ഷേ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ NH-ലൂടെ നമ്മുടെ ഈ പറയുന്ന വർക്ക് നടക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ പ്രോജക്റ്റ് നടക്കുന്ന, അല്ലെങ്കിൽ ലിങ്ക് റോഡിന്റെ ആ സൈഡിലോട്ട് നമുക്ക് ഏതു വഴിയാണ് പോകാനായി സാധിക്കുന്നത് ഒന്ന് കാണാൻ വേണ്ടി ധാരാളം പേര് ഇതുവഴി പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഏതു വഴിയാണ് പോകുന്നതെന്ന് വ്യക്തമായിട്ട് അറിയാനാണ് ഈ ഭാഗത്ത് വന്നതിന് ശേഷം നമുക്ക് ലെഫ്റ്റിലോട്ട് ഒരു പോർഷൻ, ഒരു ബൈ റോഡുണ്ട്. ഈ ബൈ റോഡിലൂടെ കുറച്ച് ഭാഗം താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു അണ്ടർപാസ് ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് കുറച്ച് മുന്നോട്ട് പോയാൽ മതി. ഈ ഭാഗത്തുണ്ട് ചെറിയ ഹമ്പും ഉണ്ട് ഇവിടെ. ഈ ഭാഗത്ത് ഒരു അണ്ടർപാസ് ഉണ്ട്. ഇവിടെ നിന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു വിശാലമായ അണ്ടർപാസ് തന്നെയാണിത്. റൈറ്റിലോട്ട് തിരിഞ്ഞിട്ട് ഒന്നുകൂടി റൈറ്റിലോട്ട് തിരിയണം. ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നിലവിലെ ഈ ബൈ റോഡുണ്ട്. റൈറ്റിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കയറ്റമാണ്. ഇവിടെയും ഒരു ഹമ്പ് കാണാൻ സാധിക്കും. കാരണം സേഫ്റ്റിയുടെ ഭാഗമായിട്ട് വാഹനങ്ങൾ ചീറിപ്പാഞ്ഞ് വരാതിരിക്കാൻ വേണ്ടിയായിരിക്കും ഹമ്പുള്ളത്. ഉണ്ടോ, ഇവിടെ നിന്ന് നമ്മുടെ NH ഓപ്പണിങ്ങും ഈ ഭാഗത്തുണ്ട്. അതായത് നമ്മൾ വന്ന റോഡിന്റെ പേരലായിട്ട് വേറെ റോഡുണ്ടല്ലോ, കാരണം 4 വരി പാതയാണ്. അതിന്റെ ഓപ്പണിംഗ് പല ഭാഗത്തായിട്ടുണ്ട്. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ബ്രിഡ്ജ് കാണാനായി സാധിക്കും. കാരണം നല്ല വെയിലാണ് ഈ സമയത്തെല്ലാം. വീഡിയോ എടുക്കാൻ വരുന്ന സമയത്തെല്ലാം നല്ല വെയിൽ തന്നെയാണ്. നമ്മുടെ മുന്നിലൊരു ബ്രിഡ്ജ് കാണും. നമ്മൾ പലപ്പോഴായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ കണ്ടതാണ്. എനിക്ക് തോന്നുന്നു ബൈ റോഡ് ഈ ഭാഗത്ത് കുറച്ച് വീതി കുറവാണെങ്കിലും നമ്മൾ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ വീതി കൂടുതലാണ്. ഈ ബ്രിഡ്ജ് കാണാം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന എക്സ്കവേറ്റർ പോകുന്ന ഈ ഭാഗം ആഴിമല ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. കണ്ടോ, അങ്ങോട്ട് ആഴിമല ക്ഷേത്രമാണ്. നമുക്ക് പോകേണ്ടത് നേരെയാണ്. നേരെ പോയി കഴിഞ്ഞാൽ നമ്മളെ പ്രോജക്റ്റ് നടക്കുന്ന, അല്ലെങ്കിൽ ലിങ്ക് റോഡിന്റെ വർക്കുകൾ നടക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോകാനായി സാധിക്കും. ഇവിടെയും എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ബൈ റോഡിലേക്ക് ഇനി ഒരു കോൺക്രീറ്റ് പോർഷൻ കൂടി ഉണ്ട്. കാരണം തൊട്ട് താഴെ കോൺക്രീറ്റ് പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇനി നമ്മൾ ലിങ്ക് റോഡ് റിലേറ്റ് ചെയ്തിട്ട് കോൺക്രീറ്റ് ഇല്ല, ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞതാണോന്ന് അറിയില്ല. ഇപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഫാസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ടോ, ഇതാണ് നമ്മുടെ NH എന്നുള്ള ഈ പറയുന്ന നമ്മുടെ ബൈ റോഡിലേക്ക് കയറുന്നത്. അതായത് ധാരാളം നാച്ചുറൽ സ്റ്റോണും മറ്റ് ലോറികൾ വന്ന് നമ്മുടെ ബൈ റോഡിലോട്ട് കയറുന്ന ഇതുവഴിയാണ് കേട്ടോ. ഇവിടെ ഞാൻ സ്ലോ ചെയ്താണ്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്ഥലം തന്നെയാണ്. പലപ്പോഴായിട്ട് ഞാൻ വീഡിയോ ഉൾക്കൊള്ളിക്കുന്ന സ്ഥലം തന്നെയാണ്. കാരണം പലപ്പോഴായിട്ട് വരുന്നവർക്കൊന്ന് കാണാനും, അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ബൈ റോഡിന്റെ വീതി ഉണ്ടോ, കുറച്ച് വീതി കൂടുതൽ തന്നെയാണ് ഇവിടെ ബൈ റോഡ്. കാരണം NH-ലേക്ക് കയറുന്ന പോർഷൻസ് എല്ലാം ഇവിടെ കുറച്ച് വീതി കൂടുതലുമാണ്. റീടാറിംഗ് വർക്കുകൾ നേരത്തെ കണ്ടതുപോലല്ല, റീടാറിംഗ് വർക്കുകൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ തൊട്ടു മുന്നേ വീഡിയോ ചെയ്തിരുന്ന ബ്രിഡ്ജിന്റെ പോർഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതും നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ വ്യൂ തന്നെയാണ്. എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞാൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. ഒറ്റയടിക്ക് നമുക്ക് അറിയാൻ സാധിക്കും. ഇവിടെ ഒരു അണ്ടർപാസ് ഉണ്ട്. നമുക്ക് സൈഡിലോട്ട് വണ്ടി നിർത്തിയിട്ട് ഞാൻ കാണിക്കാം. ഇതാണ് ആ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. നമുക്കിനി ഒന്ന് നോക്കാം.
ഇതിൻ്റെ മുകളിൽ നിന്നായിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് ഇതാ ഒരു അണ്ടർപാസ് ഉണ്ട് കേട്ടോ. ഈ അണ്ടർപാസ് ഉൾപ്പെടെ കാണാൻ സാധിക്കും. ഇത് ടെമ്പററി ആയിട്ട് നമ്മൾ ഈ അണ്ടർപാസിലൂടെയാണ് ഈ ലിങ്ക് റോഡ് കണക്ട് ചെയ്യുന്നു എന്ന് അറിയാൻ സാധിക്കുന്നത്. കണ്ടോ, സൈഡിലൂടെയുള്ള ബൈ റോഡ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്കിതാ നമ്മുടെ മുന്നിൽ കാണുന്നതാണ് നമ്മുടെ NH നിന്ന് നോക്കുമ്പോൾ ലിങ്ക് റോഡിൻ്റെ സ്റ്റാർട്ടിംഗ് പോർഷൻ. നമ്മൾ പലപ്പോഴായിട്ട് NH-ൻ്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ പോർട്ടിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ ലിങ്ക് റോഡിൻ്റെ വീഡിയോ 1700 മീറ്ററോളം നീളമുള്ള ലിങ്ക് റോഡിൻ്റെ വീഡിയോ അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ കഴിഞ്ഞ ആഴ്ചയിൽ വന്നതിനെക്കാട്ടിയും ധാരാളം ഈ പറയുന്ന മെറ്റലും കോൺക്രീറ്റും ഈ പറയുന്ന TMT സ്റ്റീൽ കമ്പികൾ ഇതെല്ലാം പോയിരിക്കുന്നു, പൂർണ്ണമായിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിനർത്ഥം തൊട്ടപ്പുറത്തൊരു കോൺക്രീറ്റ് വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു ആ ബ്രിഡ്ജിൻ്റെ സൈഡിൽ. ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആയി കാണണം, അല്ലാതെ ഇത്രത്തോളം മെറ്റീരിയൽ കംപ്ലീറ്റ് ആവില്ല. അപ്പോൾ നമുക്ക് അത് അറിയണമെങ്കിൽ നമുക്ക് സൈഡിലൂടെയുള്ള നമ്മൾ ഈ കാണുന്ന ബൈ റോഡിലൂടെ നമുക്ക് പോകാം. ബൈ റോഡിൽ പോയാൽ മാത്രമേ നമുക്ക് എത്രത്തോളമാണ് ആ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് ഒരാഴ്ചകൾ കൊണ്ടുള്ള വ്യത്യാസമാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്നും കണ്ട് മനസ്സിലാക്കാൻ പോകുന്നത്. ഓരോ ആഴ്ചയാണ് അപ്ഡേഷൻ ചെയ്യുന്നത്. ഇത് 16ാമത്തെയോ 17ാമത്തെ അപ്ഡേഷനാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. നമുക്ക് നോക്കാം എത്രത്തോളമാണ് ലിങ്ക് റോഡിൻ്റെ വർക്കുകൾ ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കുന്നത്. അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്ത് പോരുത്. ഇതാ നമുക്ക് നോക്കാം. ഇതാ ഈ ഭാഗത്താണ് ഒരു കോൺക്രീറ്റ് പോർഷൻ്റെ വർക്കുകൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് നോക്കണ്ടോ, അവിടെ ഏകദേശമല്ല ആ ഒരു പോർഷൻ്റെ വർക്കുകൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്താണ് കാണാൻ സാധിക്കുന്നുണ്ടോ. നേരത്തെ നമ്മൾ കണ്ടുണ്ടായിരുന്ന നിലവിൽ ഈ പറയുന്ന ആ സ്ട്രക്ചർ ബിൽഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ സൈഡിലൂടെ ആ ചെമ്മണ്ണെല്ലാം സൈഡിൽ ലെവൽ ചെയ്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ NH66 നിന്ന് കാണുമ്പോൾ ആദ്യ ബ്രിഡ്ജും പോർട്ടിൽ നിന്ന് വരുമ്പോൾ രണ്ടാമത്തെ ബ്രിഡ്ജും 2 ബ്രിഡ്ജാണ് ഈ ലിങ്ക് റോഡിൻ്റെ ഇടയിലായിട്ടുള്ളത്. അതിൽ കാണുന്ന നമ്മുടെ NH66 നിന്ന് വരുമ്പോഴുള്ള ആദ്യ ബ്രിഡ്ജാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കണ്ടോ, ഇതിനോട് ചേർന്നിട്ടാണ്, ഇതിൻ്റെ ഹൈറ്റിനൊപ്പമാണ് നമ്മുടെ ഈ പറയുന്ന ലിങ്ക് റോഡിൻ്റെ വർക്കുകൾ നടക്കുന്നത്. ഇതിപ്പോൾ ഒരാഴ്ച കൊണ്ട് വലിയ മാറ്റമാണ് വന്നിട്ടുള്ളത്. നമുക്കിപ്പോൾ ഈ റോഡ് കാണാൻ പറ്റാത്ത രീതിയിൽ ഹൈറ്റ് കൂടിയിരിക്കുന്നു. നമുക്ക് ഇവിടെ നിന്ന് തന്നെ കണ്ട് മനസ്സിലാവുണ്ടോ, അത്രത്തോളം ഹൈറ്റ് വേരിയേഷൻ വന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ചയിലൊന്നും 2 പാനലോളം ഹൈറ്റ് കൂടിയിരിക്കുന്നുണ്ടോ. ഇവിടെ നിന്നാലൊന്നും കാണാൻ സാധിക്കില്ല. കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോ നിങ്ങളെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഭാഗത്തു നിന്നെങ്കിൽ കാണാൻ സാധിക്കുമായിരുന്നു. ഇപ്പോൾ തീർച്ചയായിട്ടും കാണാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ലിങ്ക് റോഡിൻ്റെ പോർഷനും ഈ പറയുന്ന ബ്രിഡ്ജും തമ്മിൽ കണക്ട് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു കേബിൾ ബ്രിഡ്ജാണ്. അതായത് നമ്മുടെ ഈ കേബിൾ കടന്ന് സിഗ്നൽ കേബിൾ ഇലക്ട്രിക്കൽ കേബിൾ കടന്നു പോകുന്നതിനുള്ള ആ ഒരു പോർഷൻ്റെ വർക്കുകളാണ് നടക്കുന്നത്. കാരണം ഈ ബ്രിഡ്ജിൻ്റെ ഇടയിലൂടെയൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നുണ്ട്. ഇതാ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പാനലിൻ്റെ ഹൈറ്റ് പൂർണ്ണമായിട്ടും കൂടിയിരിക്കുന്നു. ബ്രിഡ്ജിന് പേരലായിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കണ്ടോ, ഇനി ഇവിടെ നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രഡ്ജ് ചെയ്ത മണലും ചെമ്മണ്ണും ഉപയോഗിച്ച് ലെയർ ബൈ ലെയർ ആയിട്ടാണ് വർക്കുകൾ നടക്കുന്നത്. നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ മുന്നിൽ കാണുന്ന വർക്കാണെങ്കിൽ നമ്മുടെ കേബിൾ കടന്നു പോകാൻ ആവശ്യമായിട്ടുള്ള വർക്കാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. കണ്ടോ, തീർച്ചയായിട്ടും ആ വർക്കുകളാണ്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ നിന്നും തീർച്ചയായിട്ടും വ്യത്യസ്തമായ വർക്ക് തന്നെയാണിത്. വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റാണെന്ന് നമ്മുടെ ഓരോ വീഡിയോയിലും കണ്ടാൽ മനസ്സിലാവും. ഞാനിപ്പോൾ ആ സ്ലാബിൻ്റെ അവിടെ നിന്നും ഈ സ്ലാബിൻ്റെ ഇടയിലൂടെ നമുക്ക് നടന്ന് ഇപ്പുറത്ത് വരാനായി സാധിക്കും. ഇപ്പുറത്തെ പോർഷൻ, കാരണം തൊട്ട് മുന്നേ നിന്ന് ആ റോഡിൻ്റെ സൈഡാണെങ്കിൽ ഇതിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്കറിയാം ഈ വയൽ പോലത്തെ സൈഡിലാണ് നിൽക്കുന്നത്. രണ്ട് സൈഡിൽ നിന്നും നമുക്ക് ഈ പറയുന്ന റോഡിൻ്റെ അപ്ഡേഷൻ എടുക്കാനായി സാധിക്കണം. കാരണം എങ്കിലേ മനസ്സിലാക്കാനായി സാധിക്കുള്ളൂ എത്രത്തോളമാണ് ആ പാനലിൻ്റെ ഹൈറ്റ് കൂടിയിട്ടുള്ളതെന്നും വർക്ക് എത്രത്തോളം പെർഫെക്ഷൻ ആണെന്ന് അറിയണമെങ്കിൽ 2 സൈഡിൽ നോക്കണം. പലപ്പോഴും ആ റോഡിൽ കൂടി പോയാൽ മാത്രം ആ സൈഡ് മാത്രമേ നമുക്ക് കവർ ചെയ്യാനായി സാധിക്കുള്ളൂ. നമ്മളെ വീഡിയോയിൽ തീർച്ചയായിട്ടും ഡീറ്റെയിൽ അപ്ഡേഷൻ ആയത് കാരണം നമ്മളെ റോഡിൻ്റെ ഫുൾ അപ്ഡേഷൻസും കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ, അതായത് ഈ വീഡിയോ കാണുന്ന ഒരാൾ സൈറ്റിൽ വന്നാൽ എത്രത്തോളമാണ് അത് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുന്ന ആ രീതിയിലാണ് നമ്മളെപ്പോഴും അപ്ഡേഷൻ ചെയ്യുക. ഒരാഴ്ചയിൽ ഒരിക്കലാണ് അപ്ഡേഷൻ. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഏകദേശം 3-4 പാനലിന് ഹൈറ്റോളം ഇത് കൂടിയിരിക്കുന്നു. കണ്ടോ, ഈ ഭാഗത്ത് നിന്നാൽ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എസ്കേവേറ്റർ ഉപയോഗിച്ച് മണ്ണ് മാറ്റുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ കോൺക്രീറ്റിൻ്റെ വർക്കുകൾ പൂർണ്ണമായിട്ടും നടന്നു കൊണ്ടിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. കണ്ടോ, ഡ്രെയിനേജിൻ്റെ കൂടെ വെള്ളം ഒഴുകി പോകുന്നതിനുള്ള വർക്കുകളാണ് നടക്കുന്നത്. കാരണം ഞാൻ പലപ്പോഴായിട്ട് പറയുന്നുണ്ട്, ഇത് വയൽ പോലത്തെ പ്ലേസാണ്, അല്ലെങ്കിൽ കണ്ടം പോലത്തെ പ്ലേസാണ്. അതിനാൽ ധാരാളം വെള്ളമാണ് ഇവിടെ ഒഴുകി നടക്കുന്നത്. കാരണം ശകലമൊന്ന് കുഴിച്ചാൽ തന്നെ വെള്ളം കൂടുതലാണ്. കാരണം ചെറിയൊരു മഴ പെയ്താലോ അല്ലെങ്കിൽ മഴ പെയ്തില്ലെങ്കിലും ഇവിടെ ചെളിക്കെട്ട് വെള്ളമാണ്. ഈ വർക്ക് തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അപ്ഡേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളമാണ് ചെളിക്കുണ്ടായിരുന്ന സ്ഥലത്തു നിന്നും ഇത്രത്തോളം ഡെവലപ്പായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതും വളരെ ഫാസ്റ്റായിട്ടും വളരെ കൃത്യതയോടെയും ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോയാണ് അപ്ഡേഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി കുറച്ച് മുന്നോട്ട് നീങ്ങാം. കാരണം ഈ പോർഷനിൽ ഇത്രയുമാണ് നമുക്ക് ഈ ഭാഗത്തു നിന്നാലെ കാണാനായി സാധിക്കുന്നത്.
നമുക്ക് ഇനി ഈ മുകളിൽ നടക്കുന്ന വർക്ക് കാണാൻ സാധിക്കുമോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ പാനൽ ഹൈറ്റ് എല്ലാം 3-4 പാനൽ ഹൈറ്റ് എല്ലാം കൂടിയിരിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ വന്നതിനെക്കാട്ടിയും വലിയൊരു വ്യത്യാസമാണ് തീർച്ചയായിട്ടും നമുക്ക് കണ്ട് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഹൈറ്റുള്ള പ്ലേസിൽ നിന്നും തീർച്ചയായിട്ടും നോക്കുമ്പോഴായിരിക്കും നമുക്ക് ആ വ്യത്യാസം തീർച്ചയായിട്ടും മനസ്സിലാവുന്നത്, എത്രത്തോളം ഹൈറ്റ് കൂടിയിട്ടുണ്ടെന്ന്. കണ്ടോ, ഇപ്പോൾ നമ്മൾ കുറച്ച് ഹൈറ്റുള്ള പ്ലേസിൽ നിന്നാണ് നോക്കുന്നത്. ഹൈറ്റിൽ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ട്രെഡ്ജ് ചെയ്ത മണലും ചെമ്മണ്ണും കൂടി മിക്സ് ചെയ്തത് 70-30, 70% ട്രെഡ്ജ് ചെയ്ത മണലും 30% ഈ പറയുന്ന ചെമ്മണ്ണും കൂടി ചേർന്നിട്ട്. പോർട്ടിലെ സൈഡിൽ തന്നെ ചെമ്മണ്ണുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ തീർച്ചയായിട്ടും ചെമ്മണ്ണുള്ള സ്ഥലം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എത്തിയ ചെമ്മണ്ണും തീർച്ചയായിട്ടും മിക്സ് ചെയ്തതിന് ശേഷമാണ് ജിയോ ഗ്രിഡും ജിയോ ക്ലോത്തും ഉപയോഗിച്ച് ലെയർ ബൈ ലെയർ എന്ന് പറയുമ്പോൾ ഏകദേശം 25-30 സെൻറ്റിമീറ്ററോളം ഹൈറ്റിന് നമ്മുടെ ഈ പറയുന്ന മെഷീൻസ് ഉപയോഗിച്ച്, ഹെവി മെഷീൻസ് ഉപയോഗിച്ചാണ് ഈ വർക്കുകൾ നടക്കുന്നത്. അതാ നമുക്കിവിടെ കാണാം. നമുക്കൊന്ന് സൂം ചെയ്യാം അങ്ങനെയാണെങ്കിൽ, അപ്പോൾ കുറച്ചുകൂടി വ്യക്തമാവും. ഇപ്പോൾ നമുക്കൊരു എക്സ്കവേറ്റർ കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഈ പാനലിൻ്റെ സൈഡിലെല്ലാം ഈ മെറ്റലാണ് പൂർണ്ണമായിട്ടും ഇട്ടിട്ടുള്ളത്. ആ മെറ്റൽ സൈഡിൽ കാണാൻ സാധിക്കും. അതുമാത്രമല്ല കേബിളിന് ആവശ്യമായിട്ടുള്ള വർക്കുകൾ നടക്കുന്നുണ്ട്. ഈ പറഞ്ഞ സ്ട്രീറ്റ് ലൈറ്റിന്, അതായത് റോഡ് ലൈറ്റിന് ആവശ്യമായിട്ടുള്ള വർക്കുകൾ ഇവിടെ നടക്കുന്നുണ്ട്. സെൻറ്ററിലൂടെ കാണുന്ന ആ പോർഷൻ, കോൺക്രീറ്റ് പോർഷൻസ് എല്ലാം ഈ സ്ട്രീറ്റ് ലൈറ്റിന് ആവശ്യമായിട്ടുള്ളതാണ്. ഈ പാനലിലെ സൈഡിലൂടെ മെറ്റൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാലാണ് ഇത്രത്തോളം വ്യക്തമായിട്ട് എത്രത്തോളമാണ് ഹൈറ്റ് കൂടിയെന്ന് വളരെ ഫാസ്റ്റായിട്ട് ഒരാഴ്ച കൊണ്ടൊന്നുള്ള മാറ്റമാണ് നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമാവുന്നത്. തീർച്ചയായിട്ടും പ്രീവിയസ് വീഡിയോ നമ്മൾ പ്ലേ ലിസ്റ്റിലുണ്ട്. അതൊന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മാറ്റം തീർച്ചയായിട്ടും കണ്ട് മനസ്സിലാക്കാനായി സാധിക്കും. ഓരോ ആഴ്ചയിലും വലിയ മാറ്റങ്ങളിലേക്കാണ് നമ്മുടെ ലിങ്ക് റോഡിൻ്റെ വർക്കുകൾ പുരോഗമനത്തിലേക്ക് പോകുന്നത്. ഇവിടെ ഒരു ലാഗും നമുക്ക് കാണാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ കണ്ടതിൽ ഒരു ലാഗുമില്ല. ആകെ നമുക്ക് 1700 മീറ്ററാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. പക്ഷേ നമ്മൾ ഈ പറയുന്ന ഫസ്റ്റിലത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് ഇത്രത്തോളം കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. കാരണം ഇത് കണ്ടെയ്നർ കൊണ്ടുപോകുന്ന റോഡാണ്. അതിനാൽ അത്രയും സ്റ്റെബിലിറ്റിയോടെ തന്നെ, അല്ലെങ്കിൽ അത്രയും വർക്ക് പെർഫെക്റ്റോടെ തന്നെ ചെയ്യണം. നമുക്കിനി സൈഡിലൂടെയുള്ള ഈ ബൈക്ക് പോകുന്ന ബൈ റോഡ് വഴി നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോർട്ടലല്ല, നമ്മുടെ NH നിന്ന് വരുമ്പോൾ ആദ്യത്തെ ബ്രിഡ്ജിനോട് ചേർന്നിട്ടുള്ള വർക്കാണ് നമ്മൾ കണ്ടിട്ടുള്ളെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. നമുക്കിനി പോർട്ടിലോട്ട് പോകുമ്പോഴാണ് എത്രത്തോളം വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന അറിയാൻ സാധിക്കും. ഇപ്പം നമുക്ക് ഈ റോഡിൽ നിന്ന് കഴിഞ്ഞാലൊന്നും നമുക്ക് ലിങ്ക് റോഡിൻ്റെ വർക്കുകളൊന്നുമേ കാണാനായി സാധിക്കില്ല. ഇവിടെ ഏകദേശം 3-4 പാനലിൻ്റെ ഹൈറ്റ് കൂടിയിരിക്കുന്നു. ബാക്കിയുള്ള പാനലെല്ലാം നമ്മുടെ മണലിട്ട് നികത്തിയിട്ടുണ്ടോ, ഞാൻ ഒന്നുകൂടി കാണിക്കാം. വളരെ ഭംഗിയാണ്. ആ പാനൽ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത്. കണ്ടോ, നമ്മൾ വന്ന വഴി ഇപ്പോൾ കാണാൻ സാധിക്കും. ഇവിടെ ഒരു ട്രാൻസ്ഫോമറുമുണ്ട്. ഇനി നമുക്ക് ഈ റോഡിലൂടെ മുന്നോട്ട് പോകാം. കാരണം ഈ റോഡുള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും നമ്മുടെ വർക്ക് സൈറ്റിന് ആവശ്യമായിട്ടുള്ള ഹെവി മെഷീൻസ് ആയാലും മെറ്റീരിയൽ ആയാലും വളരെ ഫാസ്റ്റായിട്ട് ഈ റോഡ് വർക്ക് നടക്കുന്നതിനൊരു ഫാക്ടർ നമ്മുടെ ഈ സൈഡിലൂടെയുള്ള ബൈ റോഡ് തന്നെയാണ്. ഇനിയും കുറച്ച് മുന്നോട്ട് പോകാം. കാരണം മുന്നോട്ട് പോയാൽ മാത്രമേ, കാരണം ഇപ്പോൾ സൈറ്റിലൂടെയുള്ള ഇൻസ്പെക്ഷൻ ടീമൊക്കെ വന്നു പോകുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് മാത്രമല്ല ഈ ഭാഗത്ത് നിന്നെല്ലാം പലപ്പോഴും നമ്മൾ വീഡിയോ അപ്ഡേഷൻ എടുത്തിട്ടുള്ളതാണ്. കാരണം ഈ ഭാഗത്തു നിന്നാൽ നമുക്ക് ലിങ്ക് റോഡിൻ്റെ, നമ്മളെ മുന്നിൽ കാണുന്ന റോഡിൻ്റെ പല ഭാഗവും കാണാമായിരുന്നെങ്കിൽ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഇവിടെ നിന്നാൽ ഒന്നും കാണാൻ സാധിക്കില്ല. അത്രത്തോളം ഹൈറ്റ് ഇവിടെ കൂടിയിരിക്കുന്നു. വളരെ സന്തോഷമുള്ള നിമിഷം തന്നെയാണ്. വന്ന് കണ്ടപ്പോൾ എത്രത്തോളം വളരെ ഫാസ്റ്റായിട്ട് വർക്ക് നടക്കുന്നു എന്ന് പറയുമ്പോൾ എന്നെപ്പോലെ തന്നെ ഈ വീഡിയോ കാണുന്നവർക്കും തീർച്ചയായിട്ടും ഒരു ആകാംക്ഷ കാണും, എത്രത്തോളമാണ് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. പലപ്പോഴും മെസ്സേജ് ഇട്ടിട്ടുണ്ട് ലിങ്ക് റോഡിൻ്റെ വർക്ക് എന്തായും ചോദിച്ചുകൊണ്ടാണ് ഞാൻ തീർച്ചയായിട്ടും ഈ വെയിലായിട്ട് കൂടി ഞാൻ അപ്ഡേഷൻ എടുക്കാൻ വന്നിട്ടുള്ളത്. കൊണ്ട് നമ്മൾ വന്ന വഴിയാണിത്. നമുക്ക് ഇവിടെ നിന്നിട്ട് കുറച്ച് പോർഷൻ നമുക്ക് ഇവിടെ നിന്ന് കാണാനായി സാധിക്കും. കുറച്ച് ഹൈറ്റുള്ള പ്ലേസ് ഇവിടെ ഉണ്ട്. കാരണം കുറച്ച് മണ്ണ് ഇവിടെ പുറത്ത് കൂട്ടിയിട്ടുണ്ട്. നമുക്ക് ആ സൈഡിലോട്ട് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമുക്ക് കുറച്ച് മുന്നോട്ട് പോകാം. ഈ ഭാഗത്തെല്ലാം നമ്മുടെ പാനലിലെ വർക്കുകൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിരിക്കുന്നുണ്ടോ. മുകളിലൂടെയുള്ള ആ റോഡിൻ്റെ വർക്കുകൾ കണ്ടോ. ആ ഒരു സ്ലോപ്പായിട്ട് വരുന്ന ആ സ്ലോപ്പ് നമുക്ക് ഈ വളരെ ദൂരം എന്നുള്ള ആ സ്ലോപ്പ് കാണാൻ സാധിക്കുന്നുണ്ടോ. ഇങ്ങനെ ചെറിയ സ്ലോപ്പോടെയാണ് നമ്മൾ നേരെ ആ ബ്രിഡ്ജിൻ്റെ ലെവലിലേക്ക് പോകുന്നത് കണ്ടോ. അതിനനുസരിച്ച് പാനലിംഗ് തീർച്ചയായിട്ടും കട്ട് ചെയ്ത് കണ്ടോ ആ ഒരു ലെവലിലേക്ക് കട്ട് ചെയ്ത് ഫിനിഷിംഗ് പോയിന്റിലേക്ക് നിർത്തിയിരിക്കുന്നു പാനലെല്ലാം. ഇത് ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാൻ സാധിക്കുന്നുണ്ടോ. ഇത് അങ്ങറ്റം വരെ ഫിനിഷിംഗ് ആണ്. സൈഡിലൂടെയുള്ള ഒരു ഡ്രെയിനേജിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു. അത് ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ആ വർക്കും അതായത് ഡ്രെയിനേജിൻ്റെ വർക്കും നടക്കുന്നുണ്ട്. ഇതിനോടനുബന്ധിച്ചുള്ള എല്ലാ വർക്കുകളും നമ്മുടെ ലിങ്ക് റോഡിന് ചേർന്നിട്ടുള്ള കേബിളിൻ്റെ വർക്ക്, ഡ്രെയിനേജിൻ്റെ വർക്ക് ഉൾപ്പെടെ എല്ലാ വർക്കുകളും ഒരു സ്ട്രെച്ചിൽ തന്നെ നടന്നു പോവുകയാണ്. ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാലാണ് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാനായി സാധിക്കുക. ഇപ്പോൾ നമുക്ക് സൈഡിലുള്ള പാനലിംഗ് വർക്ക് കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഈ പറയുന്ന ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ബ്രിഡ്ജിൻ്റെ സൈഡ് ആ പോർഷനിലേക്ക് പോകുന്ന ആ കർവ്
അത് പെർഫെക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതുമാത്രമല്ല ധാരാളം ചെമ്മണ്ണും ട്രെഡ്ജ് ചെയ്ത മണലും ധാരാളമായിട്ട് ഈ പറയുന്ന നമ്മുടെ ലിങ്ക് റോഡിൻ്റെ ഭാഗത്ത് കൂട്ടിയിട്ടിരിക്കുന്നു. ധാരാളം ട്രെഡ്ജ് ചെയ്ത മണലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ട്രെഡ്ജ് ചെയ്ത മണൽ ധാരാളം പോർട്ടിൻ്റെ സൈഡിൽ കൂട്ടിയിട്ടിരിക്കുന്നതും അത് ലോറിയിലെ എക്സ്കവേറ്റർ ഉപയോഗിച്ച് ലോറിയിലെ കയറ്റിവിടുന്നതും കണ്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള ഹെവി മെഷീൻസ് ഉപയോഗിച്ചിട്ടാണ് ഡേ നൈറ്റാണ് നമ്മുടെ പോർട്ടിൻ്റെ സൈഡിലെ അല്ലെങ്കിൽ നമ്മുടെ ലിങ്ക് റോഡിൻ്റെ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നത്. അത് നമുക്ക് ഇവിടെ നിന്നും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. കണ്ടോ, ഇതുപോലെ ലെയർ ബൈ ലെയർ നമ്മുടെ ചെമ്മണ്ണും ട്രെഡ്ജ് ചെയ്ത മണൽ ഇട്ടതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജിയോ ഗ്രിഡും ജിയോ ക്ലോത്തും ഉപയോഗിച്ച് ഈ ഹെവി മെഷീൻ ഉപയോഗിച്ച് കംപ്രസ് ചെയ്തതിന് ശേഷം കറക്റ്റ് കംപ്രഷൻ റേഷ്യോ ഉണ്ട്. ആ കംപ്രഷൻ റേഷ്യോയ്ക്ക് ശേഷമാണ് അടുത്തും ഇതേപോലെ തന്നെ ഈ മണ്ണ് ഉപയോഗിച്ച് ലെയർ ബൈ ലെയർ ആയിട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെയാണ് ഈ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കുറച്ച് ഈ പറയുന്ന 16 വീഡിയോ എന്ന് പറയുമ്പോൾ ഈ 16 വീഡിയോയിലും തീർച്ചയായിട്ടും കാണിക്കുന്നുണ്ട് ഓരോ എങ്ങനെയാണത് ചെയ്യുന്നതും. നമ്മുടെ ഈ ജിയോ ഗ്രിഡായാലും ജിയോ ക്ലോത്ത് ഉൾപ്പെടെ എല്ലാം നമ്മൾ വ്യക്തമായിട്ട് കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് വളരെ ഫാസ്റ്റായിട്ട് ഇത് പറഞ്ഞു പോകുന്നത്. ഇനി നമുക്കൊരു എക്സ്കവേറ്റർ വളരെ ദൂരെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ പോർഷനിൽ വർക്ക് നടക്കുന്നുണ്ട്. അത് നമുക്ക് നോക്കാം. കുറച്ച് അങ്ങോട്ട് പോയാലേ നമുക്കത് അറിയാനായി സാധിക്കുകയുള്ളൂ. കുറച്ച് മുന്നോട്ട് പോകാം. നമുക്ക് സൈഡിലൂടെയുള്ള ബൈ റോഡ് വഴി നമുക്ക് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നടക്കുന്നൊരു മെയിൻ വർക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. കണ്ടോ, നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടെ ഈ പറയുന്ന ബൈ റോഡിൻ്റെ സൈഡിലൊക്കെ കുറച്ച് മരങ്ങളുള്ളത് കാരണം ഇവിടെയൊക്കെ നല്ല തണലാണ്. പക്ഷേ ഈ പറയുന്ന ലിങ്ക് റോഡിൻ്റെ വർക്ക് നടക്കുന്ന സ്ഥലത്തെല്ലാം നല്ല വെയിൽ തന്നെയാണ്. കണ്ടോ, ഇവിടെ വെള്ളക്കെട്ടും വെള്ളവും ഉണ്ടെങ്കിലും വെയിലിനൊന്നും ഒരു കുറവില്ല. നല്ല വെയിലാണ്, നല്ല ചൂടും തന്നെയാണ്. നമുക്ക് ഈ സൈഡിൽ നിന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. നമുക്ക് ഈ വശത്ത് നോക്കിയാൽ നമുക്ക് എന്താണ് അവിടെ നടക്കുന്നത് എന്നറിയാൻ സാധിക്കും. കാരണം ഒരു ക്രെയിൻ അവിടെ ഉണ്ട്. അതുമാത്രമല്ല ഹെവി എക്സ്കവേറ്റർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഭാഗത്തെല്ലാം ഇനി എനിക്ക് തോന്നുന്നു പാനലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. കാരണം ഒരു ഫിനിഷിങ് ഒരു സ്ലോപ്പ് മോഡലാണ് ഈ പാനലെല്ലാം കട്ട് ചെയ്തിട്ടുള്ളതുണ്ടോ. അത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഫിനിഷിംഗ് വർക്കാണ് ഇവിടെ. ഇനി ഇതിനപ്പുറം ഹൈറ്റ് പാനലിങ്ങിൻ്റെ ഹൈറ്റ് കൂടില്ല. അതുമാത്രമല്ല ക്രെയിൻ ഉപയോഗിച്ചുള്ള വർക്ക് എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഈ സൈഡിലെല്ലാം വെള്ളം കെട്ടിക്കിടക്കുന്നത് കാണാൻ സാധിക്കും. അതിപ്പോൾ നമ്മളെ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ ഇവിടെ കംപ്ലീറ്റ് ആയി വരുമ്പോൾ തീർച്ചയായിട്ടും ആ വെള്ളം പൂർണ്ണമായിട്ടും മാറും. കണ്ടോ, ഈ സ്ലോപ്പ് നമുക്ക് വ്യക്തമായിട്ട് കാണുന്നത്. അങ്ങ് അറ്റം വരെ പെർഫെക്റ്റ് സ്ലോപ്പിലാണ് വർക്ക് ഉണ്ട്. ഇങ്ങനെ സ്ലോപ്പായിട്ടാണ് ആ ബ്രിഡ്ജിൻ്റെ പോർഷനിലേക്ക് പോകുന്നത്. ഈ സൈഡിലെല്ലാം ഡ്രെയിനേജിൻ്റെ വർക്കും കുറച്ചൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് അറിയാൻ പറ്റുന്നുണ്ടോ. സൂം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അറിയാനായി സാധിക്കുന്നു നമ്മളെ തൊട്ട് മുന്നേ കണ്ട റോഡിൻ്റെ ഇരുവശത്തും തൊട്ടപ്പുറത്തെ വശത്ത് വർക്ക് സ്റ്റാഫെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ക്രാഷ് ബാരിയർ, അത് കോൺക്രീറ്റ് ക്രാഷ് ബാരിയർ അവിടെ എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞുകൊണ്ടോ. ഈ പോർഷനിൽ ആ വർക്ക് സ്റ്റാഫ് നിൽക്കുന്ന സ്ഥലത്തെല്ലാം കോൺക്രീറ്റ് ക്രാഷ് ബാരിയറിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇത് റെഡിമെയ്ഡായിട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ്. ചെയ്ത് കൊണ്ടുവന്നിട്ട് ഫിക്സ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്കത് കാണാനായി സാധിച്ചില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്കിവിടെ നടക്കുന്നുണ്ടെങ്കിൽ ആ വർക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്ത് നമ്മൾ ഈ പറയുമ്പോൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ, കേബിൾ പോകുന്ന ടച്ചിങ് വർക്കുകൾ, ആ വർക്കുകളെല്ലാം ഇവിടെ നടക്കുകയാണ്. അത് മാത്രമല്ല നമ്മുടെ തൊട്ടപ്പുറം സൈഡ് തന്നെ തീർച്ചയായിട്ടും നല്ലൊരു ദൂരം, നല്ലൊരു പ്ലേസ് തന്നെ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ ഈ ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റ് ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളെല്ലാം ആ ഭാഗത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നമുക്ക് ഇതാണ് ആ പറയുന്ന സ്ലാബ്, അതായത് നമ്മുടെ ക്രാഷ് ബാരിയർ സ്ലാബാണിത്. അതിപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് നമുക്കതെങ്ങനെയാണ് ഫിക്സ് ചെയ്ത് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ കാണുന്ന ആ പറയുന്ന ക്രാഷ് ബാരിയർ സ്ലാബിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ക്രെയിൻ ഉപയോഗിച്ച് ചെയ്യുന്നത്. നമ്മൾ ഈ പറയുന്ന പാനൽ വർക്കെല്ലാം തീർച്ചയായിട്ടും ഈ ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് എന്നെ ചെയ്തിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് ക്രെയിൻ ഉപയോഗിച്ച് ചെയ്യാനായി സാധിക്കും. അതെല്ലാ ഹൈവേൻ്റെ വർക്കുകളും അങ്ങനെ തന്നെയാണ് ആദ്യമായിട്ടല്ല ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്ത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പാനലിൻ്റെ തിക്നെസ്, ആ തിക്നെസ്സിൻ്റെ ഗ്യാപ്പ് അവിടെ കാണാൻ സാധിക്കും. ആ കറക്റ്റ് ആ പ്ലേസിനടുത്ത് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അത് ഹൈറ്റ് ഇത് പിക്ക് ചെയ്തിരിക്കുന്നു. നമ്മുടെ ക്രെയിൻ ഉപയോഗിച്ച് പിക്ക് ചെയ്തതിന് ശേഷം വർക്ക് സ്റ്റാഫുകളെ നമുക്ക് അവിടെ വർക്കേഴ്സിനെ കാണാൻ സാധിക്കും. അത് സാവധാനം ഇങ്ങോട്ട് നീക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഉണ്ടോ, ഇത് മോൾഡ് ചെയ്തതുപോലെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. തൊട്ടടുത്ത് എവിടെയെങ്കിലും ആയിരിക്കും നമ്മുടെ വർക്കിന് ആവശ്യമായിട്ടുള്ള ഈ പറയുന്ന ക്രാഷ് ബാരിയർ, കോൺക്രീറ്റ് ക്രാഷ് ബാരിയർ ബോൾഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ആ സൈഡിലൂടെ നീക്കിയിട്ട് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് ഫിക്സ് ചെയ്യും. ഉണ്ടോ, വളരെ സാവധാനമാണ്, വളരെ സാവധാനവും സൂക്ഷ്മതയോടും തന്നെയാണ് ഈ വർക്കുകളെല്ലാം നടക്കുന്നത്. കാരണം ആ വർക്ക് കാണാനൊരു പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നു. ആ മോൾഡിങ് കാണാനൊരു പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഉണ്ടോ, ഇനി ഈ ഭാഗത്തേക്ക് കറക്റ്റ് അത് ഫിക്സ് ചെയ്യുവാണ്. അത് നമുക്ക് ഇവിടെ നിന്നാൽ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. ക്രെയിനുകളുടെ ഇത് ഹെവി മെഷീൻസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് എല്ലാ വർക്കും, NHൻ്റെ എല്ലാ വർക്കുകളും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ടല്ല, പക്ഷെ നമുക്ക് ഇത്രയും ഹെവി കൺസ്ട്രക്ഷൻ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നതുകൊണ്ടാണ് നമ്മളത് കാണാത്തവർക്ക് വേണ്ടിയാണ്
ഇതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്, ആ ഗ്യാപ്പിൽ എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയാണ് അതൊന്ന് ഹോൾഡ് ചെയ്യുന്നുണ്ടോ. അതാ നമുക്ക് നോക്കാം. ആ സൈഡിലെത്തിയതിന് ശേഷം ഇൻസ്ട്രക്ഷൻ പ്രകാരം അതാ സൈഡിലേക്ക് എത്തിയിരിക്കുന്നു ഉണ്ടോ. ഇങ്ങനെയാണ് അത് ഫിക്സ്. ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ, കുറച്ചുകൂടി സൂം ചെയ്താൽ നമുക്കത് അറിയാനായി സാധിക്കും ഉണ്ടോ. അത് മാത്രമല്ല, നമ്മുടെ ഈ പറയുന്ന ക്രാഷ് ബാരിൻ്റെ രണ്ട് വശങ്ങളുണ്ട്. ഒരു ഭാഗം ബെഡ് പോലെ നമ്മുടെ ഈ പറയുന്ന ലിങ്ക് റോഡിൻ്റെ സൈഡിലോട്ടുണ്ട്. എനിക്ക് എനിക്ക് 1-2 മീറ്ററോളം കാണുമായിരിക്കും. അപ്പോൾ അതൊക്കെ വളരെ സാവധാനം അത് ഫിക്സിങ്ങിലോട്ട് പോകുന്നുണ്ടോ. അതിങ്ങനെ ഇറക്കി വെക്കുകയാണ്. കറക്റ്റ് സൈറ്റ് എഞ്ചിനീയേഴ്സിൻ്റെയും വർക്കേഴ്സിൻ്റെയും ഇൻസ്ട്രക്ഷൻ പ്രകാരം വളരെ സാവധാനത്തിൽ ക്രെയിൻ ഉപയോഗിച്ച് ചെയ്യേണ്ട ജോലികളുള്ളത്. അങ്ങനെ തന്നെയാണ് ഈ വർക്കുകൾ നടക്കുന്നത് ഉണ്ടോ. സൈഡിലോട്ട് അങ്ങനെ ഫിക്സ് ചെയ്യുന്ന ജോലികളാണ് നടക്കുന്നത്. കാരണം ഇവിടെ വരുമ്പോഴാണ് ഇതേപോലെ ഹെവി വർക്കുകളെല്ലാം നമ്മൾ കാണുന്നത് തന്നെ. കാരണം ഹൈവേൻ്റെ വർക്കുകൾ കാണാൻ സമയത്ത് നമുക്ക് സമയമില്ല, നമ്മൾ വണ്ടിയിൽ ഓടിപ്പോവുകയാണ്. പക്ഷേ നമുക്ക് ഇതേ അപ്ഡേഷൻ എടുക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതെങ്ങനെയാണ് അത് ഫിക്സ് ചെയ്യുന്നത് എന്ന് നമുക്ക് തീർച്ചയായിട്ടും കാണാനായി സാധിക്കും ഉണ്ടോ. അതാ ഫിക്സിങ്ങിലായി കഴിഞ്ഞു ഉണ്ടോ. ഇങ്ങനെയാണ് നമ്മൾ ആ സ്ലാബ് ഉണ്ടോ. ഒരു പോലും ചേഞ്ച് വരാൻ പാടില്ല. കാരണം ആ കറക്റ്റ് ആ ഒരു ഫിക്സിങ്ങിൽ തന്നെ അത് കറക്റ്റ് ആക്കണം. അതിനുവേണ്ടിയാണ് വർക്ക് സ്റ്റാഫുകൾ ശ്രമിക്കുന്നത്. എല്ലാം നമ്മളിപ്പോൾ കണ്ട ഇത്രയും സ്ലാബുകൾ, എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ ഒരു 10ഓളം സ്ലാബുകൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് ഒരു സ്ലാബ് ഫിക്സ് ചെയ്യുന്ന കണ്ടപ്പോൾ അതെങ്ങനെയാണ് എന്ന് ആദ്യമായിട്ട് കാണുന്നവർക്കും ഇങ്ങനെയാണത് ഫിക്സ് ചെയ്യുന്നത്. കാരണം എത്ര സമയം എടുത്തു എന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഏകദേശം ഒരു 3-4 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റാണ് മാക്സിമം ഫിക്സ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈം ഉണ്ടോ. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ലോറികളിലെ ധാരാളമായിട്ട് ഇതുപോലുള്ള സ്ലാബുകൾ നമ്മൾ ഈ സൈറ്റിലേക്ക് വരുന്നത് കണ്ടിരുന്നു. നമ്മൾ എവിടെ നിന്നാണ് കൊണ്ടുവരുന്നതെന്ന് കണ്ടിരുന്നില്ല, പക്ഷെ വന്നിരുന്നുണ്ടായിരുന്നു ഉണ്ടോ. അത് രണ്ടാമത്തെ അറ്റംപ്റ്റ് നോക്കുകയാണ്. കറക്റ്റ് ആ ഒരു ലെവലിലെത്തിയതിന് ശേഷമാണ് ക്രെയിന് കറക്റ്റ് അത് ഫിക്സ് ചെയ്യാൻ പോകുന്നത് ഉണ്ടോ. കറക്റ്റ് ലെവൽ നോക്കുകയാണ്. നോക്കിയിട്ട് മാത്രമേ അത് ഫിക്സ് നടക്കൂ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹെവി വെയിറ്റ് ഉള്ള ഒരു സ്ലാബ് തന്നെയാണത്. നമ്മുടെ ഈ പറയുന്ന ക്രാഷ് ബാരിയർ സ്ലാബ് തന്നെയാണിത്. അത് കാരണം ഡാമേജ് ഒന്നും വരാൻ പാടില്ല. അതുമാത്രമല്ല, നമ്മൾ ഈ പറയുന്ന പാനലിലും ഡാമേജ് വരാൻ പാടില്ല. അതുകൊണ്ട് കറക്റ്റ് ആ ലെവലിൽ തന്നെ ആയിരിക്കും ഫിക്സിങ് ജോലികളൊക്കെ നടക്കുക ഉണ്ടോ. ഓരോ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് വളരെ സാവധാനത്തിൽ ലെവൽ ഡിഫറൻസ് ഒക്കെ നോക്കിയിട്ട് മാത്രമേ അതിങ്ങനെ താഴോട്ട് അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇറക്കി വെക്കുകയുള്ളൂ. ഞാനും ഇങ്ങനെ വളരെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുമായിരുന്നു. വെയിലാണെങ്കിലും ആ വെയിലൊന്നും വകവയ്ക്കാതെ ഇതെങ്ങനെയാണ് ഈ സൈഡിലോട്ട് എടുത്ത് വെക്കുന്നത്. ഞാൻ കരുതി വളരെ ഈസി ആയിട്ട് തന്നെ ഇത് 1 മിനിറ്റ് കൊണ്ട് എടുത്ത് വെച്ചിട്ട് പോകാനായി സാധിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല. എല്ലാ ജോലികൾക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ആ രീതിയിൽ തന്നെ വർക്കുകളെല്ലാം നടക്കുന്നതും ഉണ്ടോ. ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ, കാരണം നമ്മൾ ക്രെയിനിൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന കാരണം നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വർക്ക് സ്റ്റാഫുകൾ ഉപയോഗിച്ചത് ലെവൽ ചെയ്യാനായി സാധിക്കും. അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതിന് വെയിറ്റ് വളരെ കുറവാണ്. കാരണം സർഫസിൽ തൊട്ടിട്ടില്ല. എയറിൽ നിൽക്കുന്ന സാധനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കാനായിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ടായി സാധിക്കും. അങ്ങനെയാണ് വർക്ക് സ്റ്റാഫിനെ ഉപയോഗിച്ച് അത് തിരിക്കുന്നത്. അത് തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഇപ്പോൾ വയ്ക്കും എന്നൊക്കെ പ്രതീക്ഷിക്കുകയാണ്. പക്ഷേ വെച്ചിട്ടില്ല. അതിപ്പോൾ തന്നെ അത് ഫിക്സ് ചെയ്യുന്നതായിരിക്കും. അതാ കറക്റ്റായിട്ട് പോകുന്നുണ്ട് കണ്ടോ. അതങ്ങനെ കറക്റ്റായിട്ട് അതിൽ ഫിക്സ് ആയി. ഇപ്പോഴാണ് അത് കറക്റ്റായിട്ട് ഫിക്സ് ആയതുണ്ടോ. ആ ഗ്യാപ്പെല്ലാം പൂർണ്ണമായിട്ട് നോക്കി ഇതിപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു പോർഷനിൽ ഫിക്സ് ആയിരിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയാണ് ഈ ഓരോ സ്ലാബും വെക്കുന്നത്. അതൊന്ന് ഞാൻ നോക്കി എന്ന് മാത്രമേ ഉള്ളൂ. കാണാത്തവർക്ക് കണ്ടു തന്നതാണ്. ഇനി നമുക്ക് മുന്നോട്ട് പോകാം. ഇനി നമുക്ക് സൈഡിലൂടെയുള്ള ബൈ റോഡിലൂടെ പോയാലേ ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള അപ്ഡേഷൻ എടുക്കാനായി സാധിക്കുകയുള്ളൂ. അതുമാത്രമല്ല, കുറച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ എത്രത്തോളമാണ് ആ ഭാഗത്തെല്ലാം വർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളത് എന്നും നമുക്ക് ഈ ബൈ റോഡിൻ്റെ സൈഡിലൂടെ പോയാൽ മാത്രമേ അറിയാനായി സാധിക്കുള്ളൂ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇവിടെ ട്രഡ്ജ് ചെയ്ത മണലും ചെമ്മണ്ണും മിക്സ് ചെയ്തിരുന്ന സ്ഥലമായിരുന്നു. കാണാത്തവരൊന്ന് കണ്ടു നോക്കി. ഇപ്പോൾ ആ സ്ഥാനത്ത് നമ്മൾ തൊട്ട് മുന്നേ കണ്ട സ്ലാബുമായിട്ട് ലോറി വെയിറ്റ് ചെയ്ത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ. നമ്മളവിടെ ഫിക്സ് ചെയ്ത ഈ 2 സ്ലാബാന്ന് തോന്നില്ല ഈ ലോറിയിലുള്ളത്. ഇതുപോലെ വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മുടെ സൈറ്റിലേക്ക് സ്ലാബുമായിട്ട് ലോറികൾ വരുന്നത്. ഇത് ക്രെയിനിലെ പിക്ക് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ബാക്കി ഫിക്സിങ് ജോലികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്കിവിടെ നിന്ന് മുന്നോട്ട് പോയി. ഇവിടെ ഒന്നും ഇപ്പോൾ ട്രഡ്ജ് ചെയ്ത മണലൊന്നുമില്ല. ഈ പറയുന്ന എല്ലാം നേരെ സൈറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സൈറ്റിൻ്റെ ഹൈറ്റ് കൂടിയിരിക്കുന്നു. എല്ലാം ഈ പറയുന്ന സൈറ്റിലോട്ട് പോവുകയാണ്. നമുക്കിവിടെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹെവി എക്സ്കവേറ്റർ നാച്ചുറൽ സ്റ്റോണിൻ്റെ മുകളിൽ നിൽക്കുന്നത് കാണാൻ സാധിക്കും.
കാരണം ഇനി സൈഡിലൊക്കെ നാച്ചുറൽ സ്റ്റോണിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ട്രെയിനേജിൻ്റെ വർക്കുകൾ ആ ഭാഗത്തൊക്കെ നടക്കുന്നു, അതിന് ചെറിയ സ്റ്റോണിൻ്റെയൊക്കെ ആവശ്യമുണ്ട്, അതുകൊണ്ടായിരിക്കും നാച്ചുറൽ സ്റ്റോൺ വന്നിട്ടുള്ളത്. ഇതാ ഇവിടം വരെ, ഈ നിൽക്കുന്ന ഭാഗം വരെ ഏകദേശം വർക്ക് കംപ്ലീറ്റ് ആണ് എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്കിവിടെ നിന്നും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇനി നടക്കുന്ന നമ്മളെ ഈ അമ്പലത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വർക്കാണ് ഇനി മുന്നോട്ട് നടക്കുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു 1100 മീറ്ററാണ് ഞാൻ നിൽക്കുന്ന സ്ഥലം. അതായത് പോർട്ടിൽ നിന്ന് വരുമ്പോൾ 1100 മീറ്ററാണ്, ബാക്കിയുള്ള 600 മീറ്ററിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് പോകേണ്ട ഇൻ്റർലോക്കിൻ്റെ വർക്കുകൾ പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്ത ഭാഗമാണ്. ഇനി സ്ട്രീറ്റ് ലൈൻ്റെ വർക്കുകളും പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്തു. ഏകദേശം എനിക്ക് തോന്നുന്നു 90% മുകളിൽ വർക്കുകൾ കംപ്ലീറ്റ് ആയ പോർഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. കാരണം ഇത് പോർട്ടിൽ നിന്ന് നമ്മുടെ NH നിന്ന് വരുമ്പോൾ രണ്ടാമത്തെ ബ്രിഡ്ജാണ്, പോർട്ടിൽ നിന്ന് വരുമ്പോൾ ആദ്യത്തെ ബ്രിഡ്ജും. ഇത് ഇവിടെയും ഒരു കുളം തന്നെയാണ്, ഈ കുളത്തിൻ്റെ മുകളിലൂടെയാണ് ഈ ബ്രിഡ്ജ് എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ തെറ്റിപ്പോകാതിരിക്കാനാണ് പറയുന്നത്. പോർട്ടിൽ നിന്ന് വരുമ്പോൾ ആദ്യത്തെ ബ്രിഡ്ജും NH നിന്ന് വരുമ്പോൾ രണ്ടാമത്തെ ബ്രിഡ്ജും. ഇവിടെ ഈ പറയുന്ന ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളെല്ലാം നടക്കുന്നുണ്ടായിരുന്നുണ്ടോ, ഇതിപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഈ ബ്രിഡ്ജിൻ്റെ സൈഡ് വരെ ഇത് ഡബിൾ സ്റ്റീൽ ക്രാഷ് ബാരാണ്, ഇതിൻ്റെ വർക്കുകളെല്ലാം പൂർണ്ണമായിട്ട് കഴിഞ്ഞിരിക്കുന്നുണ്ടോ, ഇതെല്ലാം പൂർണ്ണമായിട്ട് അങ്ങറ്റം വരെ എത്തിയിരിക്കുന്നു. ഈ സൈഡിലും അത് തന്നെയാണ് ഉണ്ടോ, ഈ ഭാഗത്തും വർക്കുകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന ലിങ്ക് റോഡിൻ്റെ സൈഡിൽ നമ്മുടെ ഈ കണ്ട കോൺക്രീറ്റ് ക്രാഷ് ബാരിയർ ആണെങ്കിൽ ഇത് ഡബിൾ സ്റ്റീൽ ക്രാഷ് ബാരിയറാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇതിൻ്റെ വർക്ക് നടക്കുന്നത് എങ്ങനെയാണ്, എത്ര മീറ്റർ ഗ്യാപ്പ് ഉണ്ട്, ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇനി അത് ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് ഇനി റോഡിലൂടെ മുന്നോട്ട് പോകാം. ഇവിടെ എല്ലാം ഇൻ്റർലോക്കിൻ്റെ വർക്കുകൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിരിക്കുന്നു. റോഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളും പൂർണ്ണമായിട്ടും ഈ ഭാഗത്ത്, ഞാൻ നിൽക്കുന്ന ഭാഗത്ത് കഴിഞ്ഞു. ഇനി കുറച്ച് മുന്നോട്ട് കംപ്ലീറ്റ് ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് മുന്നോട്ട് പോകാം. അതുമാത്രമല്ല സ്ട്രീറ്റ് ലൈൻ്റെ വർക്കുകളും പൂർണ്ണമായിട്ടും കഴിഞ്ഞിരിക്കുന്നു. റോഡിൻ്റെ വർക്കുകൾ ഈ ഭാഗത്തെല്ലാം കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാൻ. അതുമാത്രമല്ല ലൈനിങ്ങിൻ്റെ വർക്കുകൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്, തീർച്ചയായിട്ടും ലൈനിങ്ങിൻ്റെ വർക്കുകൾ കഴിഞ്ഞ്. ഈ ഭാഗത്തെല്ലാം ധാരാളം ഡ്രഡ്ജ് ചെയ്ത മണൽ ഇവിടെ കൂട്ടിയിട്ടിരിക്കും, നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, ധാരാളം ലോഡുകൾ മണൽ ഇവിടെ കൂട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളെല്ലാം ഈ ഭാഗത്തിന് നടക്കാനുണ്ട്, ഉണ്ടോ, ഈ ഭാഗത്തുണ്ട്. ഇപ്പുറത്തും അങ്ങനെ തന്നെയാണ്. ഈ ഭാഗത്ത് ഇവിടെ ഏതായാലും ഇവിടെ ഈ ഭാഗം വരെ എത്തിയിരിക്കുന്നു, ഈ ഭാഗം വരെ എത്തിയിരിക്കുന്നു. ഇനി മുന്നോട്ടാണ് ഇനി നടക്കേണ്ടത് വർക്ക്. നമുക്ക് വേണമെങ്കിൽ ആദ്യം ഒന്നൊരു സ്ഥലത്ത് നമുക്ക് ഒന്നുകൂടി നോക്കാം, ഉണ്ടോ, ഇതാ നോക്കാം. ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ ബ്രിഡ്ജ്, പോർട്ടിൽ നോക്കുമ്പോൾ ആദ്യത്തെ ബ്രിഡ്ജ് വരെ ഈ പറയുന്ന ഡബിൾ സ്റ്റീൽ ക്രാഷ് ബാറിൻ്റെ വർക്കുകൾ പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു കോൺക്രീറ്റ് ഒരു ബേസ്മെൻ്റ് ഉണ്ട്, ആ ബേസ്മെൻറ്റിൽ നമുക്ക് ഫിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ പറയുന്ന ഈ ഭാഗത്തുള്ള ക്രാഷ് ബാരിൻ്റെ വർക്കുകളെല്ലാം നടക്കുന്നത്. വളരെ ഫാസ്റ്റായിട്ടും, കാരണം അത് ഫിക്സ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇനി അപ്പുറത്തെ പോർഷനിലും ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകൾ നടക്കണം എന്ന് മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് വർക്ക് മാത്രമേ അത് കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. ബാക്കി എല്ലാ പോർഷൻ്റെ വർക്കും നമ്മുടെ ഞാൻ ഈ പറയുന്ന പോർട്ടിൽ നിന്ന് വരുമ്പോൾ 1100 മീറ്ററോളമാണ് കഴിഞ്ഞ വീട്ടിൽ നമ്മൾ സാറ്റലൈറ്റ് വ്യൂ സെൻട്രൽ ഹബിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്തിട്ടുള്ളത്. അത്രയും വർക്കുകൾ 90% മുകളിൽ 95% മുകളിൽ കംപ്ലീറ്റ് 95 അല്ല അതിന് മുകളിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് പറയാം. റിമൈനിങ് ഉള്ള 600 മീറ്ററാണ് ഇപ്പോൾ വർക്കുകൾ നടക്കുന്നത്. അതും നമ്മളെ ഈ കാണുന്ന പോർട്ടിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ രണ്ടാമത്തെ ബ്രിഡ്ജും NH നിന്ന് വരുമ്പോൾ ആദ്യത്തെ ബ്രിഡ്ജിൻ്റെ സൈഡിലും ഏകദേശം ബ്രിഡ്ജിന് പാരലായിട്ട് തന്നെ ഹൈറ്റ് കൂടിയതായിട്ട് നമ്മൾ കണ്ട് മനസ്സിലാക്കിയിരുന്നു. ഇവിടെ നമ്മൾ ഡ്രെയിനേജിൻ്റെ മെയിൻ ഒരു വർക്ക് ഉണ്ടായിരുന്നു, അത് നമ്മൾ കണ്ടതാണ്. അത് പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്തതോടൊപ്പം തന്നെ അത് ഇൻ്റർലോക്ക് ഇട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കും. റോഡ് പൂർണ്ണമായിട്ടും തുറന്നു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഈ പ്രദേശവാസികൾക്ക് പോകാൻ വേണ്ടി. തീർച്ചയായിട്ടും ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്നു. അത് നമ്മുടെ മുന്നിൽ തന്നെ ഇപ്പോൾ ഒരു സ്കൂൾ ബസ് വരുന്നുണ്ടോ, തീർച്ചയായിട്ടും. നേരത്തെയൊക്കെ ആണെങ്കിൽ ഇവിടെ വലിയൊരു ഇറങ്ങിപ്പോകാൻ പറ്റാത്ത രീതിയിൽ ഒരു കട്ടറുള്ള സ്ഥലമായിരുന്നു, അത് പൂർണ്ണമായിട്ട് ഇപ്പോൾ ആ വർക്ക് നടന്നപ്പോൾ അത് മണ്ണിട്ട് പൂർണ്ണമായിട്ട് നികന്നു വന്നിരിക്കുന്നു. ഇതാ നമ്മുടെ മുന്നിൽ കാണുന്ന റോഡ് നമുക്കെല്ലാവർക്കും അറിയാം. കോവളം, വിഴിഞ്ഞം, മുക്കോല, പൂവാറിലേക്ക് പോകുന്ന റോഡ്, മെയിൻ റോഡാണ് നമ്മളിപ്പോൾ കാണുന്നത്, കണ്ടോ. ഇതാ നമ്മുടെ പോർട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇവിടെ നിന്നാലും ഞാൻ കാണാൻ സാധിക്കും. സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട്, അതായത് നമ്മുടെ മെയിൻ എൻട്രൻസ് മുതൽ പോർട്ടിൻ്റെ മെയിൻ ഗേറ്റ് വരെ പോകുന്ന റോഡാണ് നമ്മൾ ഈ കാണുന്നത്. ഇരുവശങ്ങളിലും അലങ്കാര ചെടികൾ വെച്ച് ബെറ്റർ ആക്കിയിട്ടുള്ള, കാണാൻ നല്ല മനോഹരമായാണ് ഈ റോഡ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ ദൂരെ നിന്ന് എനിക്ക് തോന്നുന്നു ട്രഡ്ജ് ചെയ്ത മണലുമായിട്ടൊരു ലോറി വരുന്നതാണ് തോന്നുന്നത്. അതുമാത്രമല്ല STS ക്രെയിൻ്റെ ബൂം വളരെ ഹൈറ്റിൽ ഉയർത്തി വെച്ചിരിക്കുന്നത് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകളെല്ലാം നേരത്തെ തന്നെ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന നമ്മുടെ കോവളം, വിഴിഞ്ഞം, മുക്കോലയിൽ നിന്ന് വരുന്ന റോഡാണ് നമ്മൾ ഈ കാണുന്നത്. മുക്കോലയിൽ നിന്ന് വന്നതിന് ശേഷം നമ്മുടെ പോർട്ടിൻ്റെ മുന്നിലൂടെ പൂവാർ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. കാരണം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒന്നുകൂടി എടുത്തു പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ NH66 മുതൽ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീപോർട്ട് വരെയുള്ള ലിങ്ക് റോഡിൻ്റെ അപ്ഡേഷൻ. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലി മെമ്പറിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോയും ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്. ഫ്രണ്ട്സ്, നമ്മുടെ ലാൻഡ് വിൽക്കുന്നതിനോ നമുക്ക് ലാൻഡ് വാങ്ങിക്കുന്നതിനോ അതിലുപരി ലാൻഡ് ഉപയോഗിച്ച് ലോൺ എടുക്കുകയോ ആ ലാൻഡ് ലീസിന് കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ ലാൻഡ് വാല്യുവേഷൻ അത്യാവശ്യമായ ഒരു ഘടകമാണ്. അത്തരം സാഹചര്യങ്ങളിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് വാല്യൂസ് ആയ ഡിസൈനേഴ്സ് ഇന്ത്യസിനെ സമീപിക്കാവുന്നതാണ്. ഓഫീസ് വിഴിഞ്ഞം, ട്രിവാൻഡ്രം. ഫോൺ 9447310067. താങ്ക് യു.